ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. സിറിയയിൽ കഴിഞ്ഞയാഴ്ച US സൈനികർക്ക് നേരെ നടന്ന ആക്രമണത്തിന് തിരിച്ചടിയുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ആക്രമണം. 70-ലധികം ISIS കേന്ദ്രങ്ങൾ തകർത്തതായാണ് റിപ്പോർട്ടുകൾ. US സൈനികർക്കെതിരായ ആക്രമണത്തിന് പിന്നാലെ സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. IS തീവ്രവാദികളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും ഇല്ലാതാക്കുന്നതിനായി US സൈന്യം സിറിയയിൽ ഓപ്പറേഷൻ ഹോക്കൈ സ്ട്രൈക്ക് ആരംഭിച്ചതായി പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സത്ത് അറിയിച്ചു. മധ്യ സിറിയയിലെ 70ഓളം IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്ക വൻ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. 2 സൈനികരടക്കം 3 US കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ തിരിച്ചടി. US F-50 A-10 ജെറ്റുകൾ, അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ, ഹിമാസ് റോക്കറ്റ് സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് US ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരവധി IS ഭീകരരെ വധിച്ചതായും പ്രതികാര നടപടികൾ തുടരുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ISIS തീവ്രവാദികൾക്കെതിരായ വൻ പ്രഹരം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. സിറിയൻ സർക്കാരിന്റെ പിന്തുണയോടെയാണ് ISIS കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതെന്നും ട്രംപ് അറിയിച്ചു. ഡിസംബർ 13-ന് US സേനയ്ക്കെതിരെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 2 സൈനികരും 1 അമേരിക്കൻ പൗരനും കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്.